അപ്പോൾ നമുക്കിനി പോകേണ്ടത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ നാത്തൂന്മാരുടെ അംഗമാണ്. രണ്ടുപേരും BJP സ്ഥാനാർത്ഥികളാണ്. കുട്ടൻകുളങ്ങരയിൽ ആദ്യം പ്രഖ്യാപിച്ച വി ആതിരയെ അവസാന ഘട്ടത്തിൽ പിൻവലിച്ച് പകരം സ്ഥാനാർത്ഥിയായ M ശ്രീവിദ്യയ്ക്കും തേക്കിൻകാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി പൂർണിമ സുരേഷിനും തെരഞ്ഞെടുപ്പ് വീട്ടുകാര്യം കൂടിയാണ്. വോട്ട് എണ്ണിയ ശേഷം വിജയശ്രീലാളിതരായി കോർപ്പറേഷൻ ഹാളിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ നാത്തൂന്മാർ. നാത്തൂൻപൂര് എന്ന് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂരിലും നാത്തൂന്മാർ പോരിനിറങ്ങുന്നുണ്ട്. മറ്റൊരുത്തമല്ല, തൃശ്ശൂർ കോർപ്പറേഷനിലാണ് BJP സ്ഥാനാർത്ഥികളായാണ് രണ്ടുപേരും പോരിനിറങ്ങുന്നത്. ഒന്ന് തേക്കിൻകാട് ഡിവിഷനിലെ നിലവിലുള്ള കൗൺസിലർ പൂർണിമ സുരേഷ്, മറ്റൊന്ന് അവരുടെ നാത്തൂനായ ശ്രീവിദ്യ. അത് കുട്ടൻകുളങ്ങരയിൽ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമാണ് ശ്രീവിദ്യക്ക് ലഭിച്ചത്. രണ്ടുപേരും നമ്മോടൊപ്പം ചേരുന്നു. ഈ നാത്തൂന്മാർ ഇതിലിറങ്ങുമ്പോൾ ആളുകൾ ഇതെന്ത് നാത്തൂന്മാരുടെ തെരഞ്ഞെടുപ്പാണോ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകവുമായിട്ടും വളരെയധികം സന്തോഷമായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി വളരെയധികം മഹാദേവ്ജി ഇല്ലെങ്കിൽ G മഹാദേവൻ എന്ന് പറയുന്ന വ്യക്തിത്വം 70 കൊല്ലക്കാലത്തോളം നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ എല്ലാ പൊതുരംഗത്തും ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മരുമകൾ ആദ്യം ഈ ഒരു രംഗത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ ശേഷം നാത്തൂൻ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം കൗതുകവും സന്തോഷമാണ് ജനങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു കുടുംബകാരിയായി മാറുകയാണോ? തീർച്ചയായിട്ടും അല്ല, ഇത് സംഘടനയുടെ ഒരു തീരുമാനമാണ്, ഉചിതമായിട്ടൊരു തീരുമാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. നിലവിലുണ്ടായ സ്ഥാനാർത്ഥിയെ മാറ്റുന്നു, പകരം ശ്രീവിദ്യയെ കൊണ്ടുവരുന്നു. ഈ സ്ഥാനാർത്ഥി മാറ്റം ആ വാർഡിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ വാർഡിൽ ഒരുപാട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നല്ല ബേസുള്ളൊരു BJPക്ക് നല്ല ബേസുള്ളൊരു വാർഡാണ്. ഇപ്പോൾ എല്ലാവരും പ്രവർത്തകർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് എല്ലാവരും സജീവമായിട്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട്. ഈ കോർപ്പറേഷനിൽ ഇപ്പോൾ നാത്തൂന്മാരുടെ പ്രകടനം കാണാൻ കഴിയുമോ തവണ? തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും തീർച്ചയായിട്ടും കോർപ്പറേഷനിൽ എത്തുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് ഓപ്പറേഷൻസ് ഒക്കെ കോർപ്പറേഷനിൽ നടത്തും അല്ലേ? വേണ്ടി വരുമല്ലോ. ഏതായാലും ഒരു കൗതുകമാണ്. നാത്തൂന്മാർ രണ്ടും ഉറച്ച സീറ്റുകളാണ്. അതിൽ ഇത്തവണ ഒരാൾ ജയിച്ചു കയറണം. എന്നാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു നാത്തൂൻ പോര് തൃശ്ശൂർ കോർപ്പറേഷനിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഏവരുമുള്ളത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.